ബസ് വിളിച്ച് പോവാണ്. ഒരു ഡ്രൈവർ അവിടെ ഉണ്ട്, ഒരു ഡ്രൈവർ ഇവിടെ ഉണ്ട്, ഒരു ഡ്രൈവർ ഇവിടെ ഉണ്ട്. ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ബസ് വിളിച്ചിട്ട് നോക്കി ഒരു മനസ്സില്ല ഇതില്. ഇത് ഒരാളത് ഇവിടെ ഉറങ്ങണേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിക്കാണ്ട്, വേറൊരാളത് അവിടെ ഉറങ്ങണേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ്ട്. ഇവിടെ ബോർഡ് ഇടറോ, ബോർഡ് കാണിക്കേ. ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിട്ട് കാണിച്ചിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യാനുള്ള സാധനം കിട്ടാം. ഇത് അവിടെ ഉണ്ട്, ഇവന്റെ അടുത്തുണ്ട്. ഇതിപ്പോ തന്നെ ഉറങ്ങാൻ പറഞ്ഞിരിക്കുക ഞാൻ ഒരു രാത്രി ആകുമ്പോൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ പോകുന്നത് നേരെ ബാംഗ്ലൂർക്കാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ, എല്ലാവരിലേക്ക് എത്തിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഈ ടിക്കറ്റ് നമ്മൾ കാലിക്കറ്റുക്കും അതേപോലെ കൊച്ചിക്കൊക്കെ ഭയങ്കര റേറ്റ് ആണല്ലോ. അപ്പൊ ബാംഗ്ലൂർക്ക് കുറച്ച് റേറ്റ് കുറവുണ്ട്. അപ്പൊ ഈ ചെറിയ പൈസക്ക് ജോലി ചെയ്യണ നമ്മളെ പാവപ്പെട്ട പ്രവാസികളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ തട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ബാംഗ്ലൂർക്ക് അവരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുക, എന്നിട്ട് ബാംഗ്ലൂർ പോയി കാണി നമ്മൾ പോലെ കൊണ്ടുവരാം. ബസ്സിൽ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് സീറ്റൊക്കെ നോക്കി, ബസ്സൊക്കെ നോക്കി, ഏതാ ബസ് ഏതാ സീറ്റ് കെടുക്കണ്ട, ഇങ്ങനെ കെടുന്ന് ഉറങ്ങിയിട്ട് ഇങ്ങനെ പോരാ സീറ്റ് കണ്ടില്ലേ. അപ്പൊ ഇതാണ് പരിപാടി. അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം ഒരുപാട് ആള് പൈസക്കാരോട് ഞാൻ പറഞ്ഞില്ലേ, പൈസക്കാരന് ഒരു ദിവസത്തിന് 3000-4000 ദിറംസ് കൊടുത്തുകൊണ്ട് കൊച്ചിക്കും കോഴിക്കോട്ടേക്കൊക്കെ ടിക്കറ്റ് എടുക്കാൻ കഴിയും. പക്ഷെ പാവപ്പെട്ട ഈ 1000-1200 ദിറംസിന് സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് ഒരു 5000 അല്ലെങ്കിൽ 10,000 20,000 റുപ്യൊക്കെ ടിക്കറ്റും ലാഭം എന്ന് പറഞ്ഞാൽ വലിയ ലാഭം തന്നെയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു ഫോറസ്റ്റിലെത്തി ഗൈസ്. കുറെ നേരം യാത്ര ചെയ്ത് നമ്മളിവിടെ എത്തി, ഫോറസ്റ്റ് കാട്ടിലെത്തി. അതായത് ഫുള്ള് മരങ്ങള്, ആ ബിൽഡിങ്ങിന്റെ മേലെ വരെ വലിയ പനകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്. ബാംഗ്ലൂർ എയർപോർട്ട് മുഴുവൻ കാടാണ് ഗൈസ്, കാട്. എയർപോർട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം അല്ലേ, ഫുള്ള് കാട്, കാട്ടിലൊരു എയർപോർട്ട്. ഒരു രക്ഷയില്ല, അടിപൊളി വൈബില്ലേ. വിമാനം വരാൻ ഇഞ്ഞുണ്ട് 1.5 മണിക്കൂർ. 2 ആൾക്കാർ ഇപ്പൊ തന്നെ ഇത് പൊന്തിച്ച് പിടിച്ചുകൂടാ എയർപോർട്ടിൽ ഉത്തരവാദിത്വം. അങ്ങനെ ഉത്തുമണീസ് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ എല്ലാ പാസഞ്ചേഴ്സും വന്ന് എല്ലാവരെയും ബസ്സിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ നമ്മൾ കോഴിക്കോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് വണ്ടി എടുത്തു. അങ്ങനെ അവർ വന്ന് കയറിയ പാടത്തന്നെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ക്രീം ബെന്നും നല്ല ജ്യൂസും ഒരു കുപ്പി വെള്ളമൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തു. വിമാനത്തിൽ നിന്ന് കിട്ടും അങ്ങനത്തെ സാധനങ്ങള്? കിട്ടുവോ? കിട്ടൂല. ആ നിങ്ങൾക്ക് വിമാനത്തിൽ നിന്ന് കിട്ടുമോ സാധനങ്ങള്? നോക്കിയാ വിമാനത്തിൽ നിന്ന് കിട്ടുമോ? കിട്ടൂല. അങ്ങനെ ഫസ്റ്റ് അവർക്ക് ഒരു വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് അവരെയും കൊണ്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മൈസൂരിലേക്ക് പോയിട്ട് നല്ല അൺലിമിറ്റഡ് നാടൻ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ഹാപ്പി ആക്കിയിട്ട് മുത്തങ്ങ കാട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആനക്കുട്ടിയെയും ആനക്കൂട്ടങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്ത് വയനാട് ലക്ഷ്യമാക്കി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഐസ്ക്രീം, അതും അരുണ്ട സാധനം, കിടിലൻ സാധനം. ഇജ്ജെടുക്ക് സാധനം എടുക്ക്. എവിടെ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും അമ്മാരി സർവീസ്? കിട്ടുവോ? ആ നമ്മള് 2 ക്യാബിൻ കുരു ഉണ്ടല്ലോ അവിടെ, ആ കുരു ഇടുവാ, ക്യാബിൻ കുരു ഇടുവാ. ഇത് കൊടുക്കേ എടുക്ക്. അല്ല രാവിലെ ഇറങ്ങി വന്ന മസ്കബനും ജ്യൂസും ഇപ്പതാ ഇടുക്കി ക്യാബിൻ കുരു കൊണ്ടേ കൊടുക്കുക. എല്ലാവർക്കും സെറ്റാക്കേ, ഇവർമാർക്കും ഉണ്ട്, നമ്മളെല്ലാവർക്കും കൊടുക്കും. നമ്മള് മൊയിലാളി പറഞ്ഞിട്ട് ആരും സങ്കടപ്പെടുത്തരുത്, എല്ലാരും സന്തോഷിപ്പിക്കണമെന്ന്. കൊമ്പത്ത് കയറി ഇരിക്കണം, മരക്കൊത്തി ഇരിക്കണമായി. നമ്മള് ഇന്നലെ ദുബായിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് ഇവിടെ കോഴിക്കോട് എത്താനായി, ഏകദേശം അവസാനിക്കാനായി. നമ്മളെ സർവീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പൊളി മോനെ, കുഴപ്പമൊന്നുമില്ല, അടിപൊളി സർവീസ്, ഉഷാറാണ്. അടിപൊളി. എന്ത് മാറ്റങ്ങൾ ഞാൻ വരുത്തണ്ടേ? എന്നാൽ തെറ്റെന്താണ്? കുറ്റം പറയും എന്തെങ്കിലും? എന്ത് മനസ്സിലാണ്? ഉഷാറാണ് അവിടെ, ഉഷാറാണ്. നിങ്ങളെല്ലാരും ഹാപ്പിയാണ്? നിങ്ങളും ഹാപ്പിയാണ്? അവിടെ ഡബിൾ ഹാപ്പിയാണ്. എന്തൊക്കെ കുറ്റങ്ങളുണ്ട്? അതും ചേട്ടാ വല്ലാത്ത അവിടെ ഉഷാറാണ്. അപ്പൊ എല്ലാരും പറയുന്നത് ഉഷാറാണ്. ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ തുടക്കണ്ടല്ലോ, അതിൽ നിങ്ങൾ ഒരു പ്ലാനിങ് വരുത്തണം ഒന്നുകൂടി. അവിടെ കുറച്ച് നമ്മൾ ലേറ്റ് ആയി. അതെന്താ കാരണം അറിയോ? ഫസ്റ്റ് ടൈം ആണ്, ഫസ്റ്റ് സർവീസ് ഇല്ലേ. അടുത്തതിന് ഞാൻ തിരുത്തി, കാരണം ഞാൻ ആദ്യം ടിക്കറ്റ് വാങ്ങും, അപ്പൊ എനിക്ക് കറക്റ്റ് കൗണ്ട് കിട്ടും. രാവിലെ തന്നെ ഈ റിവ്യൂ ചോദിച്ചു വരികയാണെങ്കിൽ നല്ല ഉന്മേഷം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉന്മേഷം ഇല്ലെന്നല്ല. പിന്നെ ഞാൻ ഈ ട്രാവൽസാരോട് അവിടുന്ന് ഞാൻ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടിക്കറ്റ് കളക്ട് ചെയ്തത്. വാട്സപ്പ് വഴി ഞാൻ ടിക്കറ്റ് കിട്ടിയത്. ഞാൻ ഇവരെ അറിയില്ല, ഞാൻ നിന്നെ മാത്രം കണ്ടോണ്ട് മാത്രം എടുത്താണ്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ ട്രാവൽസാരോട് ചോദിച്ചു, എയർവട്ടിയിൽ എന്തായാലും ഭക്ഷണം കിട്ടൂല നമുക്കറിയാം, ബസ്സിലുണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ ഒരു തമാശപൂർവ്വം ചോദിച്ചു അവരോട്. ഇല്ല ബസ്സിലും ഫുഡൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്ലെയിൻ ഇറങ്ങി അങ്ങനെ വന്ന് ഞാൻ അല്ലേന്ന് ഷാർജയിൽ പോയിട്ട് ഷാർജയിൽ നിന്ന് അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഇന്നലെ 3 മണിക്കാണ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്നലെ 3 മണിക്ക്. എന്നിട്ട് ഷാർജയിൽ പോയിട്ട് ഷാർജയിൽ നിന്ന് പിന്നെ ബാംഗ്ലൂർ വന്ന് 3:30 മണിക്ക് അവിടെ ഇറങ്ങി 5 മണിക്ക് നിങ്ങളെ ബസ് കയറ്റി. ഞങ്ങൾക്ക് ഒരു വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോ ആ ഇടയാണ് നീ ഒരു കേക്കും ഒരു ജ്യൂസും ഞങ്ങൾക്ക് തന്ന്. ഭയങ്കര സന്തോഷമായി. അടിപൊളിയായി.
സംഭവം ഓക്കെയാണ്. താങ്ക് യു. സെറ്റല്ല ഷാറല്ല എന്താ പറയുന്നത്? ഞങ്ങൾ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് കുറ്റം പറയാള്? ഒന്നുമില്ല, കുറ്റം പറയും, എത്തിക്കലൊക്കെ കുറ്റം പറയും. അവിടെ ഉഷാറാണ്. എല്ലാരോടും കൂടി ഒരു പ്രാവശ്യം കൂടി നമ്മളെ സർവീസ് 100% സാറ്റിസ്ഫൈഡ് ആയി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ പൊന്തിച്ച്. എത്ര ആൾക്ക് 100%? എല്ലാവർക്കും 100? ഇത് എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലോ. ഹാപ്പി അല്ലേ? പറയും എന്താ പറഞ്ഞേ? ബസ് ടിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തുക. ആ ടിക്കറ്റ് പറ്റുമ്പോൾ നിങ്ങൾ എല്ലാവരും മൊബൈലിലേക്ക് അപ്പൊ തന്നെ ടിക്കറ്റിന്റെ കൂടെ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക ബസ്സിന്റെ ടിക്കറ്റ്. ഓക്കെ. അപ്പൊ തോണീസ് നമ്മളെ ബസ്സും നമ്മളെ സർവീസിലും എല്ലാവരും ഹാപ്പിയാണ്. ഇതാണ് നമ്മളെ വിമാനത്തിന്റെ ബോർഡിംഗ് പാസ്. നമ്മുടെ ക്രൈസി ഗോൾപ്പിന്റെ എംബ്ലൊക്കെ ഉണ്ട്. പൊളിയല്ലേ? അടിപൊളി. അപ്പൊ നമ്മള് ഇന്ന് ഫസ്റ്റ് പാക്കേജിന്റെ ദിവസമായിരുന്നു. നമ്മള് പാക്കേജ് എടുത്തു. നമ്മളെല്ലാവരും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഹാപ്പിയാണ്. നമ്മളുടെ ഫ്ലൈസിയാന ട്രാവൽസും ക്രൈസി ഗോൾപ്പും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സർവീസ് നടത്തുന്നത്. അപ്പൊ അടുത്ത പാക്കേജിലേക്ക് ടിക്കറ്റ് ആവശ്യമുള്ള ആളുകൾ നമ്മളെ ദുബായിലുള്ള ഓഫീസുമായി ബന്ധപ്പെടുക. നമ്മളെ ബസ്സും നമ്മളും ഇവിടെ നാട്ടിലും സെറ്റാണ്. നിങ്ങൾ വന്നാൽ നിങ്ങളെ വീട്ടിൽ സുരക്ഷിതമാക്കി നിങ്ങളെ എത്തിക്കാൻ നമ്മളിവിടെ റെഡിയാണ്. അപ്പോൾ ദുബായിലെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ അടുത്ത പാക്കേജ്, അതായത് ഇനി 4-ാം തീയതി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ട്. ഈ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് പൊതുവെ ടിക്കറ്റ് വലിയ റേറ്റ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു ഹെൽപ്പ് ആവുന്ന രീതിയിൽ കുറച്ചു കാലം നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഓഫീസുമായി ബന്ധപ്പെടുക, ടിക്കറ്റ് എടുക്കുക. നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് രസമായിട്ട് ബന്ദിപ്പൂര് കാട്ടിലെ ആനനെയും പ്രായപൂർത്തിയാകാത്ത ആനക്കുട്ടിനെയും അതേപോലെ നമ്മളെ മുത്തങ്ങ കാട്ടിലെ പ്രായപൂർത്തിയായ ആനക്കുട്ടിനെയും ആനനെയൊക്കെ കണ്ട് ഇതേപോലെ വയനാട് ചുരത്തുമ്പിലൂടെ ഇങ്ങനെ ബ്ലോക്കിലൊക്കെ ഇരുന്ന് ആനവണ്ടിയും കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത ഇങ്ങനെ വീട്ടിലേക്കാണ് പോവാന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളേ. അപ്പൊ ശരി, ഓക്കെ. ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരും വീട്ടിലിറക്കി കൊടുക്കുക അല്ലേ? അതാണ് നമ്മളെ സർവീസ്.